ലൈംഗിക അടിമത്തം വിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ആഹ്വാനവുമായി മുൻ പോൺ താരം. വാഷിംഗ്ടൺ DC ലൈംഗികതയെ ചുറ്റിപ്പറ്റിയുള്ള സാംസ്കാരിക യുദ്ധമാണ് ലോകത്ത് നടക്കുന്നതെന്നും എന്നാൽ നാം ക്രിസ്തുവിനൊപ്പമാണെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നത് സാധ്യമാകുമെന്നും ഓർമ്മിപ്പിച്ച് മുൻ അശ്ലീല ചലച്ചിത്ര താരം ബിറ്റ്നി ഡെ ലമാറ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എല്ലാം സാധ്യമാണെന്നും അശ്ലീല സാഹിത്യവും അതിരുവിട്ട ലൈംഗികതയും ഒരുക്കി വച്ചിരിക്കുന്ന ചതിക്കുഴികൾ നിരവധിയാണെന്നും ബിറ്റ്നി ഡെ ലാമോറയും അവരുടെ ഭർത്താവായ റിച്ചാർഡും ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വിശുദ്ധിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരീരം കൊണ്ട് ദൈവത്തെ ആദരിക്കുവാൻ തയ്യാറാകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. അവിവാഹിതരോ ഒറ്റയ്ക്കോ ആയിരിക്കുന്ന കാലം നമുക്ക് ദൈവത്തെ മാത്രമല്ല നമ്മളെ തന്നെ അടുത്തറിയുവാനുള്ള ഒരവസരമാണ്. പരാജയത്തിനല്ല വിജയത്തിനായി സ്വയം സജ്ജീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിനു ശേഷം വിവാഹം വരെ താൻ ലൈംഗികതയിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും അവർ വെളിപ്പെടുത്തി. 2016 ഫെബ്രുവരി 20 ബിറ്റ്നിയുടെയും റിച്ചാർഡിൻ്റെയും വിവാഹം. താൻ ബിറ്റ്നിയെ ആദ്യമായി കണ്ടപ്പോൾ അവൾ അശ്ലീല സിനിമാ താരമായിരുന്നെന്ന കാര്യം താൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നുവെന്ന് റിച്ചാർഡ് പറയുന്നു. എന്നിരുന്നാലും അവളുടെ പൂർവ്വകാലം എനിക്കൊരു പ്രശ്നമല്ലെന്നും ദൈവാനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിയായിട്ടാണ് താൻ അവളെ ഇപ്പോൾ കാണുന്നതെന്നും റിച്ചാർഡ് പറഞ്ഞു. ദൈവം ബിറ്റ്നിയുടെ ജീവിതത്തിൽ നടത്തിയ ഇടപെടലിൽ അതിശയകരമാണെന്നും റിച്ചാർഡ് പറയുന്നു. മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവിവാഹിതരായ ക്രൈസ്തവർ ശരിക്കും പുനർചിന്തനം നടത്തണമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. അമേരിക്കയുടെ അശ്ലീല അടിമത്വം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നുണയുടെ പുറത്താണെന്നും ലൈംഗികത ഒരു പാപമായി കരുതുവാൻ കഴിയില്ല എന്നതാണ് ആ നുണയെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അശ്ലീല സാഹിത്യത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തിവരികയാണ് ഈ ദമ്പതികൾ ഇപ്പോൾ.